ആരോഗ്യ കേരളത്തിലെ ഡോക്ടർമാർക്കും ആഭ്യന്തരത്തിനും ഒക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം ഇതാണോ പിണറായി വിജയൻ അല്ലെങ്കിൽ വീണ ജോർജ് ഉദ്ദേശിക്കുന്ന നമ്പർ 1? ഇത് വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു സംഭവമാണ്. ഇത് പുള്ളിക്കാരത്തി പറയുന്നത് എങ്ങനെയായിരിക്കും എന്നറിയാമോ? നല്ല മെഡിസിൻ കിട്ടുന്നതെന്ന് അവർക്കും അറിയാം. എന്നിട്ട് പറയുന്നത് എന്താണ്, സാധാരണക്കാർക്ക് എപ്പോ വേണമെങ്കിലും കടന്നു ചെല്ലാവുന്നതാണ് നമ്മുടെ ഹോസ്പിറ്റൽ. കാരണം പുള്ളിക്കാരി ഉയർന്നു വരരുത് ഇനി മന്ത്രിയായി കഴിഞ്ഞാൽ പിണറായി വിജയൻ വേണ്ട, അടുത്ത മുഖ്യമന്ത്രി കെ ശൈലജ പറഞ്ഞാലോ. അതുല്യ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു വനിതകളും വന്നിട്ടില്ല അധികം. താഴെ ഇരിക്കുന്നത് നനഞ്ഞ പടക്കം പ്രതിപക്ഷത്ത്, ഇപ്പുറത്ത് അവർ ശക്തി അവർ കാണും. പക്ഷെ എന്തൊക്കെയാണ് സമൂഹത്തിൽ നടന്നു പോകുന്നത് എന്നുള്ളത് ഒരു സാമാന്യം ബുദ്ധിയുള്ള ഒരു മനുഷ്യന് മനസ്സിലാക്കാവുന്നതാണ്. എന്തൊക്കെയാണ് ഇപ്പൊ കേൾക്കുന്നത്. നമസ്കാരം ചേച്ചി. ചേച്ചി, ഇപ്പം എന്തിനും ഏതിനും നമുക്കറിയാലോ, നമ്മുടെ ഇടത് സർക്കാരിന്റെ ഒരു തള്ളുണ്ട്, നമ്മുടെ കേരളം നമ്പർ 1 ആണെന്ന്. അതെ, നമ്പർ 1 ആണെന്നത്. ഇപ്പം വിദ്യാഭ്യാസ മേഖലയായിരുന്നാലും ആരോഗ്യ മേഖലയായിരുന്നാലും വ്യവസായം ആയിരുന്നാലും ആഭ്യന്തരമാണെങ്കിലും ഒന്നുമില്ലെങ്കിലും പറയും കേരളം നമ്പർ 1 ആണ്, ഏത് മേഖല എടുത്താലും നമ്പർ 1 ആണെന്ന്. അങ്ങനെ എപ്പോഴും തള്ളി മറിക്കുന്ന ഒരു മേഖലയാണ് ചേച്ചി ഈ ആരോഗ്യ മേഖല. നമ്മുടെ ആരോഗ്യ കേരളം നമ്മളെ ഈ കേരളം കഴിഞ്ഞിട്ടേ ഇനി ഒരു സംസ്ഥാനം ഉള്ളൂ. ആ ഒരു രീതിയിലാണ് നമ്മുടെ നമ്മുടെ വീണ ജോർജ് അല്ലേ, പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. ആ ഒരു രീതിയിലാണ് ഈ മുഖ്യന്റെയും മന്ത്രിമാരുടെയും തള്ളി മറിക്കലെന്ന് പറയുന്നത്. പക്ഷെ ഒരു പുതിയൊരു വാർത്ത വന്നിട്ടുണ്ട് ചേച്ചി, പാലക്കാട് ജില്ലാ ഹോസ്പിറ്റൽ. ഒരുപാട് വേദനാജനകമായ ഒരു കാര്യമാണ്, വാർത്തയാണ് വന്നിരിക്കുന്നത്. ഒരു കുട്ടിയുടെ കൈക്ക് ഒടിഞ്ഞ് ഹോസ്പിറ്റലിൽ പോകുന്നു, അവസാനം ആ വലത് കൈ മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലോട്ട്. ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കിയേ. ആശുപത്രിയുടെ ചികിത്സാ പിഴവ് തന്നെയാണ് ഇപ്പം പുറത്തു വരുന്ന വാർത്തയിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. കാരണം ആ കുട്ടിയുടെ വീട്ടുകാരും എല്ലാവരും പറഞ്ഞിരുന്നു കൈക്ക് മുകളിൽ ഒരു മുറിവുണ്ട്, ആ മുറിവൊന്ന് നോക്കണം, കുട്ടിക്ക് നല്ല വേദനയുണ്ട്. അപ്പം അവർ ചെയ്തത് ചെറുതായിട്ടുള്ളൊരു രീതിയിൽ അതിനൊന്ന് നമുക്കറിയാലോ, ഒന്ന് ബാൻഡേജോ എന്തെങ്കിലും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് പൊട്ടലുണ്ടായിരുന്നതുകൊണ്ട് കയ്യിൽ പ്ലാസ്റ്റർ ഇട്ട് കൊടുത്തിട്ടാണ് പോയത്. വെച്ചിട്ട് ആരെങ്കിലും പ്ലാസ്റ്റർ ഇടുമെന്നുള്ളത് ഒരു സാമാന്യം ബോധമുള്ള ഡോക്ടർ പഠിക്കാത്ത അതിങ്ങനെ സംഭവിക്കാം. കാരണം ആരോഗ്യ കേരളത്തിലെ ഡോക്ടർമാർക്കും ആഭ്യന്തരത്തിനും ഒക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം ചോദിക്കാനും പറയാനും ആരുമില്ല. അത് അവരെ തന്നെയല്ലോ, അവരെ ആൾക്കാരാണല്ലോ. പറഞ്ഞെടുത്ത കുട്ടിക്ക് വേദന നല്ല കൂടിയിട്ടാണ് ഹോസ്പിറ്റലിൽ പോവുകയും കൈ മുറിച്ച് മാറ്റേണ്ട ഒരു അവസ്ഥയിലോട്ട് പോയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു വാർത്തയൊക്കെ ഇതാണോ ആരോഗ്യ കേരളം നമ്പർ 1 എന്ന് പറയുന്നത്? ആരോഗ്യ മേഖല ഇതാണോ പിണറായി വിജയൻ അല്ലെങ്കിൽ വീണ ജോർജ് ഉദ്ദേശിക്കുന്ന നമ്പർ 1? ഇത് വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു സംഭവമാണ്. ഇത് പുള്ളിക്കാരത്തി പറയുന്നത് എങ്ങനെയായിരിക്കും എന്നറിയാമോ? ഇതൊരു ചെറിയ സംഭവമല്ലേ, ഇത് അറിഞ്ഞില്ല, ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്. ഇത്തരത്തിൽ ഒറ്റപ്പെട്ട എന്തുമാത്രം സംഭവങ്ങൾ പല നടക്കുന്നുണ്ടായിരുന്നു. ചിലത് അറിയുന്നുണ്ട്, നമ്മൾ പുറത്തറിയാത്ത കാര്യങ്ങളാ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയോ ഒരു മാധ്യമ ശ്രദ്ധ കിട്ടുമ്പോഴായിരിക്കും ഇതൊക്കെ പുറത്തു വരുന്നത്. ഒരുപാട് സംഭവങ്ങള് ഇപ്പൊ നമ്മളെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇങ്ങനെ ഉണ്ടാകുന്നതായിരിക്കും, ഉറപ്പായിട്ടും അറിയില്ല. പക്ഷെ ഇത് ഒരു ആദ്യത്തെ സംഭവം ഒന്നും അല്ല ചേച്ചി. സർക്കാർ പറയും ഒറ്റപ്പെട്ട സംഭവമാണെന്ന്. കാരണം ഇത് ഞാൻ ഒന്ന് പറയട്ടെ, അതുല്യ ഇപ്പൊ അതുല്യയുടെ ദേഹത്ത് വേദന വന്നാലും അതുല്യക്ക് അതിന്റെ ആ കാഠിന്യം എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ അവരവർക്ക് ഉണ്ടാവുമ്പോഴത്തേക്ക് കുഞ്ഞ് എത്ര കാലം ജീവിക്കേണ്ട കുഞ്ഞാത്, പഠിക്കാനുള്ളത്, കളിക്കാനുള്ളത്, അതിനെ മറ്റുള്ള കുട്ടികൾ കളിക്കും പോലെയൊക്കെ ഓടിച്ചാടി. മാത്രമല്ല ഇത് ജന്മന അങ്ങനെ ഒരു വികലാംഗയായിരുന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും വിഷമം വരില്ല. അതുമായിട്ട് ഉണ്ടായിരുന്ന ഒരു സാധനം നഷ്ടപ്പെടുമ്പോഴത്തേക്ക് അത് നഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ അറിയൂ. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഇപ്പൊ ഈ ആരോഗ്യ മേഖല നമ്പർ 1 ആണെന്ന് പറയുന്ന സഹാക്കൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇതേ കേരളത്തിലാണ് കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് കോളേജില് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ട് കെട്ടിട ഇടിഞ്ഞു വീണിട്ട് ഒരു സ്ത്രീ മരിച്ച ഒരു സംഭവം ഉണ്ടായത്. അതിന് കോമ്പൻസേഷൻ ചെയ്തു കേട്ടോ പുള്ളിക്ക്. അവരുടെ മകന് എന്താണ് പോയ ജീവൻ തിരിച്ചു വരുമോ? ഒരിക്കലും തിരിച്ചു വരില്ല. ആ ജീവൻ പോയത് എന്തുകൊണ്ടാണ് പോയത്? സർക്കാരിന്റെ പിടിപ്പാട് അനാസ്ഥ. ഇപ്പോ കുറെ മാസങ്ങളോ അല്ലെങ്കിൽ കുറെ വർഷങ്ങളോ കൂടുമ്പോൾ ഓരോ കെട്ടിടത്തിന്റെയും പിന്നെ അതിന്റെ ആ ഒരു ബലനിലവാരം ഒന്ന് പരിശോധിക്കണം എന്നുള്ളതാണ്. കാരണം എത്ര രോഗികൾ വന്ന് കിടക്കുന്ന സ്ഥലമാണ്. അപ്പൊ അതൊന്നും നോക്കുന്നില്ല. തിരിച്ച്
പല മരുന്നുകളും ഇല്ല ചേച്ചി. ഇല്ല. അതുപോട്ടെ ശസ്ത്രക്രിയക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പോലും അതിനെ സംബന്ധിച്ച് ഒരു ഡോക്ടറുമായിട്ട് പ്രശ്നം നടന്നത് കേരളക്കരെ ആകെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ഡോക്ടറിന് മേൽ എന്തെല്ലാം വിഷയങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങൾ. ആരോഗ്യ കേരളമാണ് നമ്മളെ മെഡിക്കൽ കോളേജിനകത്തൊന്ന് കയറി നോക്കിയാൽ മതി. ആരോഗ്യ കേരളം എത്രത്തോളം വികസനമുണ്ട് അല്ലെങ്കിൽ വികസിതമാണെന്ന് നമുക്ക് എത്രത്തോളം ശുചിത്വം ഉണ്ടെന്നുള്ള കാര്യം അവിടെ പോയി നമ്മുടെ തലസ്ഥാനമാണ്, വേറെ ഒരിടമല്ല. ഇത് തലസ്ഥാനമാണ്. തലസ്ഥാനത്ത് ഒരു പ്രധാന മെഡിക്കൽ കോളേജിനകത്ത് ഒന്ന് കയറി നോക്കുക. ഈ പറയുന്ന നമ്മുടെ സർക്കാരിന്റെ പ്രതിനിധിയായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മന്ത്രി ആരെങ്കിലും ഒരാൾ ഒന്ന് കയറി നോക്കട്ടെ, എന്താണ് യഥാർത്ഥ അവസ്ഥയെന്ന് അറിയാലോ. നമ്പർ 1 എന്നാണ് തള്ളി മറിക്കുമ്പോഴും മറ സൈഡിൽ അവര് നമ്പർ 1 ആണ്. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ചേച്ചിക്ക് അറിയാലോ മറ്റേ ഈ വയറ്റില് കത്രികയൊക്കെ മറന്നു വെച്ചിട്ടുള്ള അത് ഓർമ്മിക്കാതെ പോകുന്നത് ഒറ്റപ്പെട്ട സംഭവമായി. ഞാൻ ചോദിക്കട്ടെ, സാധാരണക്കാര് സർക്കാരിന്റെ ഒരു പരീക്ഷണ വസ്തു മാത്രമാണ്, അതെ അതെ, അല്ലാതെ വേറെ ഒന്നുമല്ല. ഞാൻ ചോദിക്കട്ടെ, എന്തുമാത്രം വിഷയങ്ങളാണ് നടക്കുന്നത്? എന്തായാലും നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോവില്ലല്ലോ, അവരങ്ങ് അമേരിക്ക. അതാണ് ഞാൻ പറയാൻ വന്നത്. കാരണം അവിടെ സാധാരണക്കാരുടെ ഹോസ്പിറ്റലാണ് സർക്കാർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. അവിടെ ഇതൊക്കെ മതി, സാധാരണക്കാർക്ക് ഇത്രയൊക്കെ മതി. കാരണം മന്ത്രിമാരായ ഈ പറയുന്ന വീണ ജോർജിനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖ്യനാണെങ്കിൽ ഇവരെല്ലാം തന്നെ ഇതിൽ ആരെങ്കിലും ഒരാള് നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലോ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അവരുടെ ചികിത്സയ്ക്കായിട്ട് വരുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് നമ്മുടെ മുഖ്യൻ അങ്ങ് അമേരിക്കയിൽ പോകുന്നത്? ഇവിടെ ഒന്നും ഇല്ലേ മരുന്ന്? ആരോഗ്യ കേരളം നമ്പർ 1 കേരളം. എന്താ നമ്പർ 1 കേരളത്തിൽ ഇല്ലേ? നമ്മുടെ മുഖ്യമന്ത്രി ചികിത്സിക്കില്ല. അതെന്താ? ഈ പറച്ചിലും പെരുമാറ്റത്തിലും മാത്രമല്ല ഒരു മന്ത്രിമാരും ഈ ആരോഗ്യ കേരളം നമ്പർ 1 കേരളം എന്ന് പറയുന്ന കേരളത്തിനകത്ത് എന്തുകൊണ്ട് ചികിത്സയ്ക്ക് പോകുന്നില്ല? ചേച്ചി ഇപ്പൊ നമ്മുടെ കേരളം ആരോഗ്യ കേരളമാണെന്നാണല്ലോ പറയുന്നത്. ഈ ആരോഗ്യ കേരളത്തിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവുകയാണ്. എന്നിട്ടും ഇടയ്ക്ക് വെച്ചിട്ടാണ് ഈ വീണ ജോർജ് ഒരു കാര്യം പറഞ്ഞു, തമിഴ്നാടിന് എന്തോ ആരോഗ്യ ഒരു ബന്ധപ്പെട്ട എന്തോ ഒരു ആവശ്യം വന്നപ്പോ ഞങ്ങൾ വേണമെങ്കിൽ കേരളത്തിൽ നിന്ന് ആളുകളെ അയക്കും. അയ്യോ, അവരുടെ രീതിയിൽ അങ്ങ് മുന്നോട്ട് പോയിക്കോളും. നമ്മൾ ഇനി അവിടെയും കൂടെ ചെന്ന് നിന്നിട്ട് ആരോഗ്യ കേരളം സുന്ദര കേരളം ആക്കണ്ട. ഞാൻ ചോദിക്കാം, ഇത് എല്ലാവരും, എല്ലാ രാഷ്ട്രീയ നേതാക്കളും, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതിലുള്ള ഈ രാഷ്ട്രീയ നേതാക്കളും പിന്നെ വൻകിട കുത്തക മുതലാളിമാരും സാധാരണ ഹോസ്പിറ്റലിൽ വരാറില്ല. സാധാരണക്കാരുടെ ഹോസ്പിറ്റലിലാണ് പണ്ടുള്ള നേതാക്കന്മാര് പണ്ട് കാലത്ത് നേതാക്കന്മാർ അങ്ങനെ ഒന്നുമില്ല. ഇപ്പോഴത്തെ നേതാക്കന്മാർ ഒന്നുകിൽ അമേരിക്ക അല്ലെങ്കിൽ UK അങ്ങോട്ടൊക്കെ ഉള്ളത്. കാരണം അവിടെയാണ് നല്ല മെഡിസിൻ കിട്ടുന്നതെന്ന് അവർക്കും അറിയാം. എന്നിട്ട് പറയുന്നത് എന്താണ്? സാധാരണക്കാർക്ക് എപ്പോ വേണമെങ്കിലും കടന്നു ചെല്ലാവുന്നതാണ് നമ്മുടെ ഹോസ്പിറ്റൽ. ഇതിനെക്കാട്ടിയും മെച്ചപ്പെട്ടത് അന്ന് ഭരണം വേറെ ആയിരുന്നു. ആരുടെ കയ്യിലായിരുന്നു ആരോഗ്യം? നമ്മുടെ ടീച്ചറിന്റെ കയ്യിലായിരുന്നു. സമയത്ത് ഇത്രയും അനാസ്ഥകളോ ഇപ്പൊ ഇല്ല. നമുക്കറിയാം, നിപ്പോ ഉണ്ടായിരുന്നു, നമ്മുടെ ഈ കൊറോണ, അതിനെല്ലാം അതിജീവിച്ചില്ലേ? അതിജീവിച്ചു. നമ്മുടെ കേരളം ഇത്രത്തോളം മാഡം വീട്ടിൽ പോലും പോവാതെ സ്ഥലത്ത് നമ്മള് ഇപ്പൊ രാഷ്ട്രീയ അതുപോലെ എന്തായാലും വീണ ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇത് ഇടതുപക്ഷത്തിന്റെ മന്ത്രിയായിരുന്നു നമ്മുടെ ടീച്ചർ. പക്ഷെ ഇതില് BJP ആകട്ടെ കോൺഗ്രസ് ആവട്ടെ സാധാരണക്കാരാവട്ടെ എല്ലാവരും ഒറ്റക്കെട്ടോടുകൂടി പറഞ്ഞ പേരാണ് ശൈലജ ടീച്ചർ. പാർട്ടിക്കാരെടുത്ത് ആരടുത്ത് പോയി ചോദിച്ചാലും അവര് KK ശൈലജ ടീച്ചർ എന്ന് അവര് പറയുന്നത് എന്താണെന്ന് അറിയാമോ? അടുത്ത ഭരണം വരുമ്പോ ടീച്ചറിനെ അവർ എന്തൊക്കെയോ സ്ഥാനങ്ങളിൽ കണ്ടിരുന്നു. പക്ഷെ പാവം ടീച്ചർ. അതെ, കാരണം ഒന്നാം പിണറായി സർക്കാർ അല്ലെങ്കിൽ ഒന്നാം ഇടത് സർക്കാർ എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരുപാട് മന്ത്രിമാരുണ്ടായിരുന്നു. ടീച്ചർ മാത്രമല്ല, വേറെയും കുറച്ച് നമ്മുടെ ഏത് മേഖലയിലാണെങ്കിലും കുറച്ച് മെച്ചപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു. സെക്കൻഡ് ടൈം എത്തിയപ്പോ അങ്ങ് ഒതുക്കി. അതാണ്, വേറൊന്നുമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയന് മേലെ ആരും വളരാൻ പാടില്ല. എന്തായാലും ടീച്ചർ വളരുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായതുകൊണ്ടാണ് അവര് 2ാം ടൈമിൽ എന്താക്കാത്തത്? മന്ത്രിയാക്കാത്തത് മാത്രമല്ല, അങ്ങ് വടകരയിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് തോക്കുമെന്ന് എന്തായാലും അറിയാം. മനഃപൂർവ്വം. കാരണം ഷാഫി പറമ്പലിനുണ്ടായി. ഇപ്പം കോൺഗ്രസിന് വലിയൊരു ഇത് നമ്മുടെ കേരളത്തിൽ ഇല്ലെങ്കിൽ പോലും ഷാഫി പറമ്പലിനുള്ള ഒരു ജന പിന്തുണ അതുകൊണ്ട് മനഃപൂർവ്വം തന്നെയാണ്. ശൈലജ ടീച്ചർ ഒന്നുമല്ല, ശൈലജ ടീച്ചറിന് ഈ പറയുന്ന ഒരു സപ്പോർട്ടും ഇല്ലാന്ന് ഉറപ്പിക്കാൻ വേണ്ടി തന്നെയായിരുന്നു വടകരയിൽ കൊണ്ടുപോയി ഇലക്ഷന് നിർത്തിയതും പുള്ളിക്കാരി തോറ്റതും എല്ലാം. കാരണം പുള്ളിക്കാരി ഉയർന്നു വരരുത്. ഇനി മന്ത്രിയായി കഴിഞ്ഞാൽ പിണറായി വിജയൻ വേണ്ട, അടുത്ത മുഖ്യമന്ത്രി KK ശൈലജ പറഞ്ഞാലോ? അതുല്യ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു വനിതകളും വന്നിട്ടില്ല അധികം. ഏത് വനിതകളും വന്നിട്ടുള്ളൂ? അതെന്താ?
പുരുഷന്മാരൊക്കെ കുത്തകയാണോ മുഖ്യമന്ത്രി സ്ഥാനം? അങ്ങനെ ചോദിച്ചാൽ ഞങ്ങൾ 3 മന്ത്രിമാർ ഇത്തവണത്തെ മന്ത്രിസഭയിൽ തന്നില്ലേ എന്ന് ചോദിക്കും. അങ്ങനെയുള്ള ഒരു വനിത വന്ന് നോക്കട്ടെ ഒരു പ്രാവശ്യത്തേക്ക്. നമ്മുടെ സർക്കാർ ഇപ്പം ഇതാ 3ാം സർക്കാർ വരാനായിട്ട് പിണറായി സർക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യത്തേക്ക് ഒന്ന് ശൈലജ ടീച്ചറിനെ ഒന്ന് കൊടുത്ത് ഒരു സ്ത്രീയെ ഒന്ന് ആക്കി നോക്കി, ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം വന്നാലോ? ഒന്ന് ശ്രമിച്ചു നോക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ. എന്തായാലും വീണ ജോർജിനെ ആക്കിയിട്ട് ആരോഗ്യ മേഖല നമ്പർ 1 ആണെന്നാണല്ലോ പറയുന്നത്. അതെ, അപ്പൊ ഒന്ന് പരീക്ഷിക്കാം. ഒരു പരീക്ഷണാർത്ഥം ഒരു വനിതയെ കാരണം വനിത മുഖ്യമന്ത്രി നമ്പർ 1 ആക്കാം. നമുക്ക് വനിതാ മുഖ്യമന്ത്രി വന്നിട്ടില്ല എന്നുള്ളതിന് ആദ്യമായിട്ട് ഇടതുപക്ഷത്തിൽ നിന്ന് തന്നെ ഒരു വനിതാ മുഖ്യമന്ത്രി വന്നോട്ടെ. നിങ്ങളൊരു മാതൃകയാക്കും. അതെ, നിങ്ങളൊരു മാതൃകയാക്കൂ. നമ്മൾ ജനങ്ങൾ ഒന്ന് കാണട്ടെ. അപ്പോൾ സ്ത്രീകൾക്ക് മുൻഗണന കൊടുത്ത് ഇത്തവണത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നമ്മളെ ശൈലജ ടീച്ചറിനെ നിർത്തിയാണ്, അല്ലെങ്കിൽ ഏതാണെങ്കിലും ഒരു വനിതയെ നിർത്തി നമ്മൾ വേറെ വനിത മറ്റുള്ളവരെയൊന്നും എനിക്കറിയില്ല. കാരണം ശൈലജ ടീച്ചർ ആ ഒരു ആപത്ത് ഘട്ടത്തിൽ എങ്ങനെ നിന്ന് പെരുമാറി എന്നുള്ളത് നമുക്കറിയാം. ഒരു സ്ത്രീ, ഇത്രയും കഴിവുള്ള ഒരു സ്ത്രീ എന്ന് പറഞ്ഞ് നമ്മൾ പറയണമെങ്കിൽ ഒന്ന് ഇടതുപക്ഷം ഒന്ന് ശ്രമിച്ചു നോക്ക്, ഒരു മാറ്റം വരട്ടെ. ആ ഒരു 5 വർഷത്തിനിടയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ആ ഒരു കഴിവുണ്ട്, നല്ലൊരു രീതിയിൽ പ്രവർത്തിക്കാന്ന് പറയുന്നത് അതൊരു സംഭവമല്ല. നമ്മളതൊരു പാർട്ടി നോക്കേണ്ട ആവശ്യമില്ല. പുള്ളിക്കാര് നിന്ന് പ്രവർത്തിച്ചു എന്നുള്ളത് നമുക്കൊരു പരീക്ഷണം അല്ല, നമുക്കൊന്ന് നോക്കാം. ഒരു സ്ത്രീ, അതായത് നമ്മുടെ ശൈലജ ടീച്ചർ ചിലപ്പോൾ മുഖ്യമന്ത്രിയായി എങ്ങനെ ഇരിക്കും? നമ്മുടെ പിണറായി സർക്കാരിന് അതൊരു പരീക്ഷണവും വിജയിച്ച കയ്യടിയോ ആവും. കാരണം സർക്കാരിന്റെ പുതിയ ഒരു ഇതാണ് അല്ലേ, കേരളത്തിന് കൊടുക്കുന്ന പൊൻതൂവലാവട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ഒരു വനിതാ മുഖ്യമന്ത്രി വന്നു നോക്കട്ടെ. ആദ്യമായിട്ട് ഇടതുപക്ഷത്തിൽ നിന്ന് ഒരു വനിതാ മുഖ്യമന്ത്രി വന്ന് കേരളം ഭരിക്കട്ടെ. അപ്പൊ നമ്മൾ നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. അത് നിങ്ങൾക്കും ഒരു പൊൻതൂവലാവട്ടെ അല്ലേ. പിന്നെ അത് ഇപ്പൊ പറഞ്ഞു വന്നത് നമ്മള് ആരോഗ്യ കേരളം എന്നുള്ളതിലാണ്. എന്തായാലും വളരെ മോശം. ജനങ്ങൾക്ക് മനസ്സിലാവുമെന്നൊന്ന് എന്തായാലും സർക്കാർ മനസ്സിലാക്കണം. ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട് പൊതുജനം. പക്ഷെ എന്നാലും ഇലക്ഷൻ വരുമ്പോ പിന്നെ ഒരു കാര്യം, എന്ത് ചെയ്യാനാണ് അവര്? പ്രതിപക്ഷം ഇല്ലല്ലോ ചേച്ചി. പ്രതിപക്ഷം ഇല്ലാത്ത ഒരു സർക്കാരിനോട് നമ്മൾ എന്ത് പറയാനായിട്ടാണ്? ജനാധിപത്യ ഭരണത്തിന് ചേർന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, ഒരിക്കലും പോലും കേരള ആയിരുന്നാ പോലും ഇപ്പൊ ഒരു കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു പ്രതിപക്ഷം ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മളിപ്പോ എല്ലാരും പറയും ബോക്സിങ്ങിന് നിൽക്കുമ്പോഴും പ്രതിപക്ഷം എതിർത്ത് നിൽക്കുന്നവരെ ഒന്നിനും കൊള്ളാത്തത് മത്സരത്തിന് പങ്കെടുക്കുകയാണ്. എനിക്ക് കട്ടയ്ക്ക് ഒരു എതിരാളി ഇല്ലെങ്കിൽ ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞ ഒരു കാര്യവും ഇല്ല. അതുപോലെയാണ് നമ്മുടെ ഇവിടുത്തെ പൊളിറ്റിക്സിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. താഴെ ഇരിക്കുന്നത് നനഞ്ഞ പടക്കം പ്രതിപക്ഷത്ത്, ഇപ്പുറത്ത് അവർ അവർ കാണും. പക്ഷേ എന്തൊക്കെയാണ് സമൂഹത്തിൽ നടന്നു പോകുന്നത് എന്നുള്ളത് ഒരു സാമാന്യം ബുദ്ധിയുള്ള ഒരു മനുഷ്യന് മനസ്സിലാക്കാവുന്നതാണ്. എന്തൊക്കെയാണ് ഇപ്പൊ കേൾക്കുന്നത്? ശബരിമല വിഷയമൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. അവിടെ നടക്കുന്നതൊക്കെ നിങ്ങൾക്കും അറിയാം. ആരോഗ്യ മേഖല അതിൻ്റെ അപ്പുറം താറുമാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനായത്ത ഭരണമാണ്. ഇനി 3ാം ഭരണം നിങ്ങൾക്കാണ് കിട്ടുന്നെങ്കിൽ ഒരു പരീക്ഷണാർത്ഥം ഒരു സ്ത്രീയെ ചിലപ്പോൾ വനിതാ മുഖ്യമന്ത്രിയാക്കിയാൽ ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം വന്നാലോ, ഒരു 6 മാസം കൊടുത്തു നോക്കാം അല്ലേ. അല്ലെങ്കിൽ നമ്മുടെ ഭരണത്തിൻ്റെ ആ ഒരു കാലാവധി ഉണ്ടല്ലോ, അതിൽ കുറച്ച് ഒരു വനിതാ മുഖ്യമന്ത്രിക്ക് കൊടുത്തു നോക്കാം. അത് കഴിഞ്ഞിട്ട് മാറ്റിയെടുത്ത് നോക്കാം. എന്തായാലും വെറും തള്ളല് മാത്രം ആവാതെ എല്ലാ മേഖലയും നമ്പർ 1 എന്ന് പറയണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആരോഗ്യ കേരളം, സുന്ദര കേരളം എന്ന് മാത്രം പോരാ. ആസ് എ കേരളീയൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ മേഖലയിലും ഇന്ത്യയിൽ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളം നമ്പർ 1 എന്ന് പറയും തന്നെയാണ് നമുക്ക് ഇഷ്ടം. പിന്നെ നമ്മളും ഒരു കേരളീയനാണ്. നമുക്ക് നോക്കുമ്പോൾ ഇതാണോ നമ്പർ 1 കേരളം എന്ന് ചോദിക്കുന്ന അവസ്ഥയിലോട്ട് ഒരിക്കലും ഒരു വിദേശിയും വന്ന് നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലൊന്നും പോയിട്ട് ഇത് ചികിത്സയ്ക്ക് പോവുക എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അങ്ങനെ പോണം. ഈ വരുന്ന നമ്മളാണ് മാതൃക കാണിച്ചു കൊടുക്കേണ്ടത്. അവർ നോക്കുമ്പോൾ നമ്മളെ ഇവിടെ ഉള്ളവരെല്ലാം എവിടെയാണ് പോണത്? വിദേശത്ത്. അപ്പോൾ അവർ വിചാരിക്കുക അപ്പോൾ ഇവിടുത്തെ ചികിത്സയും രീതികളൊന്നും ശരിയല്ല. മുഖ്യം തന്നെയല്ലേ അങ്ങനെ നമ്മളാണ് നമ്മുടെ നാട്ടിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സൗകര്യങ്ങളെ കുറിച്ച് മാതൃകയാക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ എല്ലാം ശരിയാവും. ഒരു പക്ഷേ നമ്മുടെ മുഖ്യനൊക്കെയാണ് നമ്മുടെ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് പോയിരുന്നെങ്കിൽ ഈ രീതിയൊന്നും ആയിരിക്കില്ല ഇല്ലേ. ഹോസ്പിറ്റലൊക്കെ വേറെ രീതിയിൽ മാറിയനായിരുന്നു. അപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവണം. സ്പെഷ്യാലിറ്റി സെന്റർ പോലെയൊക്കെ മാറ്റങ്ങൾ വരട്ടെ. നമ്മളും കൂടെ അതിന് മുൻകൈ എടുക്കുക. എന്തായാലും സർക്കാരെ നിങ്ങൾ 3ാം സർക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ അപേക്ഷയേ ഉള്ളൂ. ഒന്നുകിൽ ഒരു പുതിയ രീതി എന്നുള്ള രീതിയിൽ കുറച്ച് വർഷത്തേക്ക് ഒരു വനിതയെ അല്ലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ഇല്ലെങ്കിൽ ഈ മേഖലയിലുള്ളവരിൽ കഴിവുള്ള കുറച്ച് ആൾക്കാരെ കൊണ്ടുവരിക. കാരണം നമ്മൾ ജനങ്ങളാണ്. നമ്മൾ ജീവിച്ചിരുന്നാലേ നിങ്ങൾക്ക് വോട്ടിടാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് അടുത്ത ഭരണത്തിൽ വരാൻ പറ്റുള്ളൂ. അപ്പോൾ സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും
സംരക്ഷണം നൽകേണ്ടത് നിങ്ങളാണ്. അപ്പോൾ ആ സംരക്ഷണം ഉണ്ടാകുമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി അടുത്ത ചർച്ചയിൽ കാണാം. നമസ്കാരം.